നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപക അക്രമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാറിന് തീയിട്ടു. മഹാദേവഗ്രാമം സ്വദേശി പുരുഷോത്തമന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് കാറിനാണ് തീവെച്ചത്. വീടിന്റെ ജനൽ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കണ്ണൂർ മയ്യിൽ മുല്ലക്കൊടിയിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് പോലീസ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രദേശത്ത് സുരക്ഷയ്ക്കായി വിന്യസിച്ചു. സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയ അർജുൻ കല്യാട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ഇന്നലെ ചില അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നിൽ CPIM ആണ് എന്ന രാഷ്ട്രീയ വിമർശനം അതിശക്തമായി ഉയർന്നു കേൾക്കുന്നുമുണ്ട്. എന്താണ് പോലീസ് പറയുന്നത്? മേഖലയിൽ ഈ സംഘർഷ സാധ്യതയുള്ള മേഖലകളിലൊക്കെ പോലീസ് എത്രത്തോളം മുൻകരുതൽ എടുക്കുന്നുണ്ട്? അർജുൻ കല്യാട്. രജിത്ത്, ശ്രുതി, എന്തായാലും പോലീസ് കനത്ത ജാഗ്രതയിൽ തന്നെയാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെയുള്ള സമയത്ത് ശാന്തമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് എല്ലായിടത്തും പൂർത്തിയായത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് മയ്യിലിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ പയ്യന്നൂരിൽ അവിടെ വി കുഞ്ഞികൃഷ്ണന്റെ അനുകൂലിയായിട്ടുള്ള മഹാദേവഗ്രാമം സ്വദേശി പുരുഷോത്തമന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് തീ വെക്കുന്നത്. KL 59S 4947 എന്ന നമ്പറിലുള്ള പുരുഷോത്തമന്റെ കാറിനാണ് ഇന്നലെ രാത്രി പുലർച്ചയോടുകൂടി തീ വെച്ച് നശിപ്പിക്കുന്നത്. വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയുമൊക്കെ ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ ഈ മയ്യിലിൽ CPIM പ്രവർത്തകനായിട്ടുള്ള അവിടെ CPIMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള PP പുരുഷോത്തമന് കോൺഗ്രസ് പ്രവർത്തകന്റെ കത്തികൊണ്ട് കുത്തിയിരുന്നു. ഈ പറയുന്ന പ്രകാശൻ ഇപ്പോൾ കണ്ണൂരിലെ AKG ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംഭവത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ CPIM പ്രവർത്തകർ ഈ പറയുന്ന CPIMന്റെ പ്രവർത്തകനെ കുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ സഹോദരന്റെ വീട്ടിലേക്ക് കേന്ദ്രീകരിച്ച് എത്തുകയോ അല്ലെങ്കിൽ സംഘടിതമായി എത്തുകയും ആ വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് പിന്നാലെ പലയിടങ്ങളിലും കണ്ണൂരിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. പോലീസ് കനത്ത ജാഗ്രതയിൽ തന്നെയാണ് കണ്ണൂരിലുള്ളത്. ശരി, അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും ഈ സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ മുൻകരുതൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്.